വേണ്ടി കാത്തിരിക്കുകയാണ്. ആ മുഹൂർത്തത്തിലേക്ക് അല്ലാഹു നമുക്ക് ദീർഘായുസ്സ് തരട്ടെ. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഇവിടെ രൂപീകരിക്കപ്പെടുകയും ഈ ഒരു നൂറ്റാണ്ടുകാലം ഉമ്മത്തിന്റെ ഈമാനിന് കാവൽ നിന്ന് പ്രതിസന്ധികളെ തരണം ചെയ്ത്, പ്രശ്നങ്ങളെ തരണം ചെയ്ത്, പരിശുദ്ധമായ ഈമാനിനെ കടന്നാക്രമിക്കാൻ കടന്നു വന്ന ശത്രുക്കളുടെ മുമ്പിൽ ഒരു കാവൽ ഭടന്മാരെ പോലെ സമസ്തയുടെ പണ്ഡിതന്മാർ നിരന്നു നിന്ന് ഉമ്മത്തിനെ സംരക്ഷിച്ചു. ഇന്ന് നമ്മൾ 100ാം വാർഷികത്തിലേക്ക് അടുക്കുമ്പോൾ അതിന്റെ ഭാഗമായി സമസ്തയുടെ പോഷക ഘടകങ്ങൾ വ്യത്യസ്തമായ പരിപാടികളെ ആസൂത്രണം ചെയ്ത് സമൂഹത്തിന്റെ താഴെ തട്ടുകളിലേക്ക് സമസ്ത പ്രതിനിധാനം ചെയ്യുന്ന, വിഭാവനം ചെയ്യുന്ന ഈ സുന്ദരമായ ആദർശത്തെ പ്രബോധനം ചെയ്യുകയും സമസ്തയുടെ നിലപാടുകളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ ആദർശങ്ങളുമൊക്കെ ഒന്നുകൂടി സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലൊക്കെയാണ് വളരെ ബൃഹത്തായ ഇത്തരം പരിപാടികൾ സമസ്തയുടെ കീഴിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരത്തെയുള്ള സംസാരങ്ങളിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ ദീൻ എന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും താബിഈങ്ങളും അഇമ്മത്തു മശായിഖുമാരും പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ട് നമ്മളിലേക്ക് എത്തിയതാണ്. ആ പരിശുദ്ധ ദീനിനെ വരുന്ന തലമുറക്ക് കേടുപാടുകളില്ലാതെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം പ്രത്യേകിച്ച് പണ്ഡിതന്മാരായ നമുക്കാണ്. അള്ളാഹു അതിന് നമുക്ക് വലിയ തൗഫീഖ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും മുഅല്ലിമീങ്ങളാണ്. ബാക്കിയുള്ള ആളുകൾ ആ ഇൽമ പഠിപ്പിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ദീനിനെ, ഇൽമിനെ സഹായിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നല്ലാഹ വ മലായികതഹു, അല്ലാഹുവും അവന്റെ മലക്കുകളും, വ അഹ്ലസ് സമാവാതി വൽ അർളീൻ, ആകാശഭൂമികളിലുള്ള സർവ്വതും, ഹത്തൻ നംലതു ഫീ ജുഹരിഹാ വ ഹത്തൽ ഹൂതു ഫിൽ മാ, മാളങ്ങളിൽ നടക്കുന്ന, മാളങ്ങളിലൂടെ നടന്നു പോകുന്ന കുഞ്ഞൻ ഉറുമ്പുകളും സമുദ്രാന്തർ ഭാഗങ്ങളിലൂടെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളും, ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസ് അൽ ഖൈർ, ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബുവത്തിന്റെ നാവ് കൊണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ സമൂഹത്തിൽ നിർവഹിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഗൗരവമാണ് ആ സൂചിപ്പിക്കുന്നത്. അല്ലാഹു അങ്ങനെ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും നൂറുകണക്കിന് ആളുകളെ അഭിമുഖീകരിക്കുന്ന പ്രതിനിധികളാണ്. നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾ, നമ്മൾ ഇടപെടുന്ന മഹല്ലുകൾ, നമ്മൾ ഇടപെടുന്ന സമൂഹം, അവരിലേക്കൊക്കെ പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സുന്ദരമായ ഈ ആദർശത്തെ പ്രബോധനം ചെയ്ത് മാതൃകയുള്ളവരായി ജീവിച്ചു കാണിച്ചു കൊടുക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്തമാണ് നമ്മളിലൊക്കെ ഉള്ളത്. അതിന്റെ പരമപ്രധാനമായ റൂട്ട് പാരമ്പര്യത്തെ മുറുകെ പിടിക്കുക എന്നതാണ്. ആ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയതാണ് ഒട്ടുമിക്ക പുതിയ പ്രസ്ഥാനങ്ങളുടെയും പിഴച്ച കക്ഷികളുടെയും പ്രധാനപ്പെട്ട സ്വഭാവം. ആ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്നതാണ്. മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലഘട്ടങ്ങളിലാണ് ഖവാരിജിയത്ത് രംഗപ്രവേശം ചെയ്യുന്നത്. എന്താണ് ഖവാരിജിയാക്കൾ അന്ന് ചെയ്തത്? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ, കൊലപ്പെടുത്തിയവരെ ശിക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യവും അതുമായി ബന്ധപ്പെട്ട ന്യായാന്യായങ്ങളിൽ പല അഭിപ്രായ ഭിന്നതകളും ഉണ്ടായി. അങ്ങനെ ആ അഭിപ്രായ ഭിന്നതകളെ പരിഹരിക്കാൻ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രമുഖരായ സ്വഹാബത്ത് വിശുദ്ധമായ ഖുർആനിനെ മുൻനിർത്തി ഒരു മധ്യസ്ഥനെ വെച്ചുകൊണ്ട് അതിനെ പരിഹരിക്കാൻ തീരുമാനിച്ചു. ആ സമയത്താണ് ഖവാരിജിയാക്കൾ രംഗപ്രവേശം ചെയ്തുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിൽ നിന്ന് പുറത്തുപോയവരാണ് ഖവാരിജിയത്ത്. അതുകൊണ്ടാണ് ഖവാരിജ് പുറത്തുപോയവർ എന്നവരെ കുറിച്ച് പറയുന്നത്. അവർ പഠിപ്പിച്ചു, ഇനിൽ ഹുക്മ ഇല്ലാ ലില്ലാഹ്, വിധികർത്തൃത്വം അത് അല്ലാഹ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മധ്യസ്ഥനെ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു വിധികർത്തൃത്വം ഇവിടെ സാധ്യമല്ല എന്ന് പറഞ്ഞു. അത് ആര് പറഞ്ഞ അർത്ഥമാണ്?
അത് വിശുദ്ധ ഖുർആനിന് പരിചയമില്ല, അത് മുൻഗാമികളായ സ്വഹാബത്തിന് പരിചയമില്ല. മുൻഗാമികളായി കടന്നുപോയ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളടക്കമുള്ള പ്രമുഖരായ സ്വഹാബത്ത് ആ പാരമ്പര്യത്തിന് പരിചയമില്ലാത്ത ഒരർത്ഥം കൊണ്ടുവന്നു. മഹാന്മാരായ സ്വഹാബത്ത് അതിനെ ഗണ്ണിച്ചുകൊണ്ട് സംസാരിച്ചു. എന്തുകൊണ്ട് അങ്ങനെ പാടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒരു വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അല്ലാഹുവാണതിൽ തീരുമാനം പറയേണ്ടത്. അതുകൊണ്ട് മനുഷ്യരെ തീരുമാനം പറയാനാക്കാൻ പാടില്ല, മധ്യസ്ഥത പാടില്ല എന്ന് പറഞ്ഞു. അന്ന് മഹാന്മാരായ സ്വഹാബത്ത് അവർ ഓതി കൊടുത്തു, വഇൻ ഖിഫ്തും ശിഖാഖ ബൈനഹിമാ ഫബ്അതു ഹക്കമൻ മിൻ അഹ്ലിഹി വഹക്കമൻ മിൻ അഹ്ലിഹാ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നമുണ്ടായാൽ ഇരുവിഭാഗത്തിൽ നിന്നും മധ്യസ്ഥന്മാരെ വിധികർത്താക്കളെ വെച്ചുകൊണ്ട് പരിഹരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞത് ശരിയല്ല. ഇത് കേട്ടപ്പോഴാണ് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത്, കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ. പറഞ്ഞത് ശരിയാണ്, ഖുർആനിന്റെ ആയത്ത് തന്നെയാണ് അവർ ഓതിയത്. പക്ഷേ ഉരീദ ബിഹിൽ ബാത്തിൽ, അവർ ഉദ്ദേശിച്ചത് വിശുദ്ധമായ ഖുർആനിന്റെ ഉദ്ദേശമല്ല. ഖുർആൻ അങ്ങനെ ഒരു ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നില്ല. അതുകൊണ്ട് അവരുടെ ഉദ്ദേശം ബാത്തിലാണ് എന്ന് സയ്യിദുനാ അലിയാർ തങ്ങൾ അന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ആ തീവ്രമായ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് കടന്നുപോയ ഖവാരിജിയത്തിന്റെ ദുരന്തം പിന്നീട് സമ്മാനിച്ചത് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് സുബ്ഹി നിസ്കരിക്കാൻ വരുമ്പോഴാണ് ഇബ്നു മുൽജിം എന്ന് പറയുന്ന ഖവാരിജിയത്ത് തലയിൽ കയറിയ മനുഷ്യൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മൂർധാവിൽ വെട്ടിയത്. അങ്ങനെയാണ് അലിയാർ തങ്ങളുടെ ലോകത്തോട് വിട പറഞ്ഞത്. ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ് വലൈസ ലക യാ അലി വലാ ലി അസ്ഹാബിക. അലിയെ, അല്ലാഹുവിനാണ് വിധികർത്തത്തിന്റെ ഉത്തരവാദിത്തം, അത് നിനക്കില്ല, നിന്റെ അസ്ഹാബുകൾക്കുമില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇബ്നു മുൽജിം എന്ന് പറയുന്ന മനുഷ്യൻ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് എന്ന ഖിലാഫത്തിന്റെ 4ാമത്തെ ചക്രവർത്തിയുടെ മൂർധാവിലേക്ക് ആഞ്ഞുവെട്ടിയത്. അങ്ങനെയാണ് പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു കടന്നുപോയ ഖവാരിജിയത്തിന്റെ സ്വഭാവം ഉണ്ടായത്. അങ്ങനെ പിന്നീട് മുഅ്തസിലത്ത് വന്നു. മുഅ്തസിലത്തിന്റെ പ്രധാനപ്പെട്ട ആശയം എന്താണ്? മുഅ്തസിലത്ത് ചെയ്തത് വിശുദ്ധമായ ഖുർആനിനെ മനുഷ്യന്റെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. പിന്നെ മുജസ്സിമത്ത് വന്നു, മുർജിഅത്ത് വന്നു, ഖദരിയത്ത് വന്നു, ജബരിയത്ത് വന്നു. അങ്ങനെ കാക്കത്തൊള്ളായിരം പ്രസ്ഥാനങ്ങൾ പലയിടങ്ങളിലും കൂണുപോലെ മുളച്ചുപൊന്തി. പക്ഷേ ഇമാമുമാർ, പരിശുദ്ധരായ സ്വഹാബത്തിന്റെ കാലം മുതൽ മഹാന്മാരായ ഇമാമുമാർ അതിശക്തമായി പ്രതിരോധിക്കുകയും അവരുടെ ആശയങ്ങളെ, വിദണ്ഡവാദങ്ങളെ ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്ത് ഈ ഉമ്മത്തിന്റെ ഈമാനിന് സംരക്ഷണം നൽകിയാണ് മുന്നോട്ട് പോയത്. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം 7ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 8ാം നൂറ്റാണ്ടിലാണ് ഇബ്നു തൈമിയ കടന്നു വന്നിട്ടാണ് പിന്നീട് ആ വിദണ്ഡവാദങ്ങൾ ഒന്നുകൂടി ചർച്ചയിലേക്ക് വരുന്നത്. ആ കാലഘട്ടത്തിൽ മഹാനായ താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ, അതുപോലെ തന്നെ തഖിയുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ, ആ മഹാന്മാരൊക്കെ ഇബ്നു തൈമിയയുടെ വിദണ്ഡമായ ആശയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത് ഉമ്മത്തിന്റെ ഈമാനിന് കാവൽ നൽകി. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് പണ്ഡിതന്മാർ പ്രതിസന്ധികളുടെ തീച്ചൂളകളിലൂടെ, കനൽപദങ്ങളിലൂടെ നടന്ന് അന്നത്തെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ക്രൂരമായ അതിക്രമണങ്ങൾ നേരിട്ട് ജയിലിലടക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടുകളിൽ നിന്ന് അണുകിട വ്യതിചലിക്കേണ്ട ഒരു സാഹചര്യം പണ്ഡിതന്മാരുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല. സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവരുടെ കട്ടിയുള്ള ഈമാൻ അവരെ അനുവദിച്ചിട്ടില്ല. കാരണം അവർ പണിയെടുക്കുന്നത്, അവർ പ്രബോധനം ചെയ്യുന്നത്, അവർ ദീൻ പഠിച്ചത് അല്ലാഹുവിന് വേണ്ടി പഠിച്ചതാണ്. അത് ഭൗതികമായ പ്രതിസന്ധികളുടെ മുമ്പിൽ പണയപ്പെടുത്താൻ പണ്ഡിതന്മാർ തയ്യാറാക്കാത്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം പോലും ഇവിടെ ഉണ്ടായത് എന്ന് സാന്ദർഭികമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഇനി അങ്ങനെ ആ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് കേരളത്തിലുള്ള വഹാബി പ്രസ്ഥാനങ്ങളൊക്കെ വന്നത്. ആ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചതിന്റെ ദുരന്തം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അവർ സ്വതന്ത്രമായ ഗവേഷണങ്ങളിലേക്ക് പോയി. വിശുദ്ധമായ ഖുർആനിനെ സ്വതന്ത്രമായി ഗവേഷണം ചെയ്യാൻ തുടങ്ങി. അവർ തന്നെ എഴുതി വെച്ചത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ വ്യാഖ്യാനത്തിൽ മാത്രമല്ല, മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിലും ഇസ്ലാഹി പ്രസ്ഥാനം ഒട്ടേറെ സ്വഹാബികളുടെ ധാരണകളെയും അഭിപ്രായങ്ങളെയും വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ആ വാക്കിന്റെ കട്ടി നിങ്ങൾ നോക്ക്. സ്വഹാബത്തിന്റെ വാക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്. സ്വഹാബത്തിന്റെ വാക്കുകളെ ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്ന് ഈമാനുള്ള ഒരു മനുഷ്യന് പറയേണ്ട വാക്കാണോ അത്? ഞങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട് സ്വഹാബത്തിന്റെ തീരുമാനങ്ങളെ.
എന്താണ് ഹബീബ് പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന വഅദ്ദു അലൈഹാ ബിന്നവാജിദ്. അങ്ങനെയാ പഠിപ്പിച്ചത്. നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗസിദ്ധരായ എന്റെ ഖുലഫാക്കളുടെ സുന്നത്തുകളെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ആ നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നുബുവത്തിന്റെ നാവ് കൊണ്ട് അവിടുത്തെ പ്രഖ്യാപനം നടത്തി. വഅദ്ദു അലൈഹാ ബിന്നവാജിദി, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണേ നിങ്ങൾ. അഥവാ പ്രതിസന്ധികളുടെ പേമാരികൾ കൂനുപോലെ മുളച്ചു പൊങ്ങിയാലും നിങ്ങൾ വിട്ടുകൊടുക്കരുത്. പരിശുദ്ധ ആദർശത്തെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണമെന്ന് പഠിപ്പിച്ചു മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റു നിരവധി ഹദീസുകളുണ്ട്. എന്റെ കാലശേഷം നിങ്ങൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമറുൽ ഫാറൂഖിനെയും നിങ്ങൾ പിൻപറ്റണമെന്ന് പറഞ്ഞ ഹദീസുണ്ട്. അസ്ഹാബീകൻ നുജൂം ഫബിഹയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ ഹബീബിന്റെ വചനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദബില്ലാത്ത വർത്തമാനം പറയുന്നത്. ഞങ്ങൾ സ്വഹാബത്തിന്റെ വാക്കുകൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നില്ല. 1-ാം നൂറ്റാണ്ടിലെ സച്ചരിതരായ പൂർവികരിൽ പലരും മനസ്സിലാക്കിയ കാര്യത്തെ നാം ഇവിടെയും തള്ളിക്കളയുന്നു. ആരെക്കുറിച്ചാ? മഹാന്മാരായ അയിമ്മത്തുമാർ, മുജ്തഹിദ് മുത്തുനത്തുകളായി കഴിഞ്ഞുപോയ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ യുഗപ്രഭാവരായ കാലഘട്ടത്തിന്റെ ഇമാമുമാരായ അബൂ ഹനീഫത്ത് നുഅ്മാൻ തങ്ങളെ പോലെയുള്ള മഹാന്മാരെ കുറിച്ച് പറയാണ്, ആ ഇമാമുകളെ ഞങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയാണ്, നാം മനസ്സിലാക്കിയതനുസരിച്ച് അവരുടെ പ്രവർത്തനം നബിചര്യക്ക് വിരുദ്ധമാണ് എന്നത് തന്നെയാണ് കാരണം. ആരെക്കുറിച്ച്? സ്വഹാബത്തിനെ കുറിച്ച്, താബിഈങ്ങളെ കുറിച്ച്, 1-ാം നൂറ്റാണ്ടിലെ ഇമാമുമാരെ കുറിച്ച് പോലും വ്യക്തമായി പച്ച മലയാളത്തിൽ ഇവിടെയുള്ള വഹാബികൾ എഴുതി വെച്ചതാണിത്. അപ്പോ ആദ്യം തന്നെ ആ പാരമ്പര്യത്തെ മുറിച്ചു. സ്വഹാബത്തിന് മാത്രമല്ല, നേരത്തെ ഇവിടെ ബഷീർ ഫൈസി സൂചിപ്പിച്ചല്ലോ, മദ്ഹബ് പിൻപറ്റി ജീവിക്കൽ ഇസ്ലാം വിരോധിച്ച കുഫ്റിന്റെ ഇനത്തിൽപ്പെട്ട തത്രീദാണെന്ന് പറഞ്ഞു. അങ്ങനെയാകുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, എവിടെ നിന്നാണ് ഈ ദീൻ ഇവർക്ക് കിട്ടിയത്? നിങ്ങൾ ഇവർ പറയല്ലോ മഹാനായ ഇമാമുൽ ബുഖാരി തങ്ങളുടെ സ്വഹീഹിലുണ്ടോ എന്ന്. ആ ഇമാം ബുഖാരി തങ്ങൾ മദ്ഹബ് സ്വീകരിച്ചു ജീവിച്ചയാളാണ്. അങ്ങനെ നൂറ്റാണ്ടുകളിലൂടെ കടന്നു വരുന്ന മഹാന്മാരെല്ലാം പരിശുദ്ധമായ മദ്ഹബിന്റെ ആ വലയത്തിനകത്തു ജീവിച്ചവരാണ്. ഇമാം നവവി തങ്ങളെ പോലെ, ഇമാം റാഫിഈ തങ്ങളെ പോലെ, മഹാനായ ഇമാം ഖസാലി തങ്ങളെ പോലെ, ഇബ്നു ഹജറിൻ ഹൈതമി തങ്ങളെ പോലെ കാലഘട്ടം കണ്ട മഹാന്മാർ, ഇമാമുമാർ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഡസൻ കണക്കിന്, ആയിരക്കണക്കിന് ഇമാമുമാർ മദ്ഹബിന്റെ ആ ചട്ടക്കൂടിനകത്തുകൂടെ വന്നതാണ്. ഇവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് ഈ ഉമ്മത്തിന്റെ മുമ്പിൽ പച്ച മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഇവർ കടന്നു വരുന്നത്. നേരത്തെ മഹാനായ സലാം ബാഖവി ഉസ്താദ് സൂചിപ്പിച്ചല്ലോ, ആ ആദരവിനെ നഷ്ടപ്പെടുത്തി ഉമ്മത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഇവരെയൊക്കെ കുഫ്രിയത്തിനോട് ചേർക്കുന്ന അദബുകേടിന്റെ ഇബ്ലീസിന്റെ പണിയാണ് ഇവർ നടത്തിയത്. അങ്ങനെയാണ് ഇവരുടെ ഇന്നത്തെ അധപ്പതനത്തിന്റെ ഏറ്റവും വലിയ കാരണം ഇതാണ്. ആ പാരമ്പര്യത്തിന്റെ പൈതൃകത്തെ മുറിച്ചു മാറ്റിയപ്പോഴാണ് ഇവർക്ക് പിന്നീട് പലതും തിരുത്തേണ്ടി വരുന്നത്. പിന്നീട് അവർക്ക് പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധം അവരുടെ അനുയായികൾ പലയിടങ്ങളിലേക്കും ചിതറിപ്പോയത്. ഞാൻ ഗൗരവത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു 2015കളിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്താണ്? ദമ്മാജ് സലഫിസം. അല്ലെ, എന്താ ദമ്മാജ് സലഫിസം? കേരളത്തിന്റെ ബഹുസ്വരതയിൽ ജീവിക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല. ഇന്ത്യയുടെ ബഹുമതങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് യമനിലെ ദമ്മാജിലേക്ക് ഹിജ്റ പോകൽ മുസ്ലിമിന്റെ ബാധ്യതയാണെന്ന് പഠിപ്പിച്ചു. എവിടുന്ന് കിട്ടിയ ദീനാണത്? മഹാന്മാരായ സ്വഹാബത്തിനാൽ പ്രബോധനം ചെയ്ത് മഖ്ദൂമുമാരിലൂടെ, വെളിയങ്കോട് ഉമർ ഖാദിയെ പോലെയുള്ള മഹാന്മാരിലൂടെ, മഹാനായ മമ്പുറം തങ്ങന്മാരിലൂടെ, ജിഫ്രി സാദാത്യങ്ങളിലൂടെ, കോഴിക്കോട് ഖാദിമാരിലൂടെ, യമനിൽ നിന്നും കടന്നു കേരളത്തിലേക്ക് വന്ന അനേകായിരം പണ്ഡിതന്മാരുടെയും സയ്യിദന്മാരുടെയും കരതല സ്പർശമേറ്റി പരിശുദ്ധ ദീന് പ്രബോധനം ചെയ്യപ്പെട്ട ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് എവിടെ നിന്നാണ് ഇവിടെ മുസ്ലിമിന് ജീവിക്കാൻ കഴിയില്ല എന്ന ദീന് നിങ്ങൾക്ക് കിട്ടിയത്? അത് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീന് പഠിപ്പിച്ചതല്ല. ഇവിടെ യുഗപ്രഭാവരായ മഹാപണ്ഡിതന്മാർ ജീവിച്ചിട്ടുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ പോലെ ഫത്ഹുൽ മുഈൻ വിദേശ രാജ്യങ്ങളിൽ പോലും പഠിപ്പിക്കപ്പെടുന്ന ശാഫിഈ ഫിഖ്ഹിന്റെ ആധികാരിക ഗ്രന്ഥമാണല്ലോ ഫത്ഹുൽ മുഈൻ. ആ ഫത്ഹുൽ മുഈൻ രചിച്ച മഹാന്മാർ അവർക്കൊന്നും തിരിയാത്ത ഒരു ദീൻ കേരളത്തിൽ, ഇന്ത്യയിൽ ഇവിടെ
ജീവിക്കാൻ മുസ്ലിം കഴിയില്ല. അതുകൊണ്ട് ദമ്മാജിലെ മലനിരകൾ കയറി ആടുമേക്കാൻ പോകണമെന്ന് ഈ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ പരസ്യമായി പറയേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? അതിന്റെ ദുരന്തം എന്താണ്? ഇസ്ലാമിക ശത്രുക്കൾ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാൻ തക്കം കാത്തു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളൊക്കെ കണ്ടല്ലോ. മുസ്ലിമിനു നേരെ അനാവശ്യമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഘപരിവാറുകാരന്റെ അജണ്ടകൾ ഇവിടെ നടപ്പിലാക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് മുസ്ലിമിന് ഇവിടെ ജീവിക്കാൻ പാടില്ല, ഇത് ദാറുൽ ഹർബാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഹിജ്റ പോകണമെന്ന് പറഞ്ഞ് ഐസിസിന്റെ പൊട്ടിത്തെറിക്കുന്ന ബോംബുകളായി പരിണമിച്ചത് സമസ്തയുടെ അനുയായികളല്ല, പാരമ്പര്യത്തിന്റെ പൈതൃകത്തിലൂടെ കടന്നു വന്നവരല്ല, മറിച്ച് ഇടക്കാലത്ത് വെച്ച് പാരമ്പര്യത്തെ കട്ട് ചെയ്ത് ഞങ്ങൾ സ്വതന്ത്രമായി ഗവേഷണം നടത്തുമെന്ന് പറഞ്ഞവരിൽ നിന്നാണ് ഐസിസിലേക്ക് ആളുകൾ പോയത്. ഐസിസ് ഇസ്രായേലിന്റെ സൃഷ്ടിയാണ്. പരിശുദ്ധ ഇസ്ലാമിനെ താറടിക്കാൻ വേണ്ടി ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് മുസ്ലിമിന്റെ വേഷം ധരിച്ച് നൂലിൽ കെട്ടിയിറക്കിയ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സൈദ്ധാന്തികമായ അടിത്തറ ഇബ്നു അബ്ദുൽ വഹാബ് പഠിപ്പിച്ച തൗഹീദായിരുന്നു. ഏത് തൗഹീദ്? പാരമ്പര്യത്തെ വെട്ടിക്കളഞ്ഞ തൗഹീദ്. വിശുദ്ധമായ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നേരിട്ട് ഞങ്ങൾ ഗവേഷണം നടത്തുമെന്ന് പറഞ്ഞ തൗഹീദ്. അങ്ങനെയാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിന് ആ പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വന്നത്. അന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടെന്തായിരുന്നു? 60ാം വാർഷികത്തിൽ ഈ ഉമ്മത്തിന്റെ കാവൽ ഭടനായി 4 പതിറ്റാണ്ടുകാലം സമസ്ത എന്ന ഈ തറവാട്ട് മുറ്റത്ത് കാവലിരുന്ന മഹാനായ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 60ാം വാർഷികത്തിലെ ആ വലിയ മഹാസമ്മേളനത്തിൽ സമസ്തയുടെ നിലപാട് പറഞ്ഞു. ശൈഖുന ബഹുമാനപ്പെട്ട സമസ്ത പ്രതിനിധാനം ചെയ്യുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ നിലനിന്നാലേ ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സാഹോദര്യവും കെട്ടുറപ്പോടുകൂടെ ഇവിടെ നിലനിൽക്കുകയുള്ളൂ എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശൈഖുന പറഞ്ഞതിന്റെ വാക്കിന്റെ ഫലനം നമ്മൾ കണ്ടത് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറമാണ്. സമസ്ത പാരമ്പര്യത്തിന്റെ പൈതൃകത്തോടുകൂടെ ഇവിടെ നിലനിൽക്കണം. ആ പാരമ്പര്യത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള തീവ്രമായ ആശയങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയും ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്ന വിധത്തിൽ ശത്രുക്കൾക്ക്, സംഘപരിവാറുകാർക്ക്, ഇസ്ലാമോഫോബിക്ക് പ്രചരിപ്പിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തത് ഇവിടെയുള്ള സലഫികളാണ്. എങ്ങനെ ആ ആശയത്തിലേക്ക് അവരെത്തിയത്? നമ്മുടെ മഹാന്മാരായ ഇമാമുമാർ, നമ്മുടെ മുൻഗാമികളായ ആളുകൾ പഠിപ്പിക്കാത്ത വിധത്തിലേക്ക് അവർ മറ്റൊരു ആശയത്തിലേക്ക് കടന്നുപോയതുകൊണ്ട് അവിടെയാണ് സമസ്തയുടെ നിലപാടുകളെ, സമസ്തയുടെ തീരുമാനങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സക്രിയമായ ഇടപെടലുകൾ നടത്തുന്നു. ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമായി ഈ രാജ്യത്തിന്റെ സർവോന്മുഖമായ പ്രവർത്തനങ്ങളിലും പണ്ഡിതന്മാരുണ്ട്. അല്ലെ, നമ്മൾ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ കീഴിലാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയാകുന്ന പരമോന്നത നേതൃത്വത്തിൽ ഘടിപ്പിക്കപ്പെട്ട ഡസൻ കണക്കിന് ഉപശാഖകളുണ്ട്. ആ ശാഖകളോട് ഘടിപ്പിക്കപ്പെട്ട മറ്റു ഉപശാഖകളുണ്ട്. അവരൊക്കെ ആതുര സേവന രംഗത്തുണ്ട്, വിദ്യാഭ്യാസ രംഗത്തുണ്ട്, സന്നദ്ധ പ്രവർത്തനങ്ങളിലുണ്ട്. അങ്ങനെ ഈ രാജ്യത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ മേഖലകളിലേക്കും പടർന്നു പന്തലിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ നമുക്ക് നേതൃത്വം നൽകിയത്. ആ ഒരു സുന്ദരമായ പാരമ്പര്യത്തിൽ നിന്ന് ഉമ്മത്തിനെ വ്യതിചലിപ്പിച്ചുകൊണ്ട് ഇവർ കൊണ്ടുപോയത് ദമ്മാജിലേക്കാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതിന്റെ അപകടം അതാണ്. അത് മാത്രമല്ല, എന്നിട്ട് ഇവർ തന്നെ എഴുതി വെക്കുന്ന മറ്റൊരു രസകരമായ കാര്യം, നമ്മുടെ ഈ ചിന്താസരണിയുടെ ഫലമായി പണ്ഡിതന്മാർ ഏതെങ്കിലും ഒരു മദ്ഹബിലേക്ക് പ്രസ്ഥാനത്തെയും ആശയത്തെയും ചേർത്തു പറയാൻ ലജ്ജിച്ചു. തൽഫലമായി, ശ്രദ്ധിക്കണം, തൽഫലമായി എല്ലാവരും ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും നേരിട്ട് വിധികൾ സ്വീകരിക്കാൻ കഴിവുള്ളവരായി തീർന്നു. ആര്? കേരളത്തിൽ 2 വർഷം അഫ്ളലുൽ ഉലമ ഓതി പാസ്സായി വരുമ്പോഴേക്ക് വിശുദ്ധമായ ഖുർആൻ അർത്ഥമോദി, വിശുദ്ധമായ ഖുർആനും ഹദീസും ഓതിയിട്ട് അതിൽ നിന്ന് പരിശുദ്ധ ദീനിന്റെ വിധിവിലക്കുകളെ നിർദ്ധാരണം ചെയ്യാൻ കഴിവുള്ളവരായി കേരളത്തിലെ സലഫികൾ മാറിയെന്ന് നഅൂദുബില്ല. 10, 20, 25 വർഷവും ഇരുന്ന് കിതാബോധിയ പണ്ഡിതന്മാർ പോലും ഇജ്തിഹാദിന്റെ ദഅവയെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ കേരളത്തിൽ 2 വർഷം, ആ 2 വർഷത്തോളം അവര് അറബിയുടെ എന്തെങ്കിലുമൊക്കെ കോഴ്സ് അവതരണ പഠിക്കുമ്പോഴേക്ക് അവർക്ക് ഖുർആൻ അർത്ഥം വെക്കാനായി, അവർക്ക് സ്വന്തമായി പഠിക്കാൻ, അതന്നെ പ്രശ്നം. അങ്ങനെ സ്വതന്ത്രമായി വിശുദ്ധമായ ഖുർആനിനെ വ്യാഖ്യാനിച്ചത് തന്നെയാണ് പ്രശ്നം. അത് ഞങ്ങളായി എന്ന അഭിമാനം അവർ എഴുതി വെച്ചു. പക്ഷെ ആ അഭിമാനം ഉണ്ടാക്കിയ ദുരന്തം ചെറുതല്ല.
അതല്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആനിൽ നിന്ന് നമ്മെ പോലെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ കഴിയില്ല. ഇജ്മാഇന്റെ തെളിവ് കണ്ടെത്താൻ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 300 തവണ ഖുർആൻ ഓതിയിട്ടാണ് വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല എന്ന ആയത്തിൽ നിന്ന് ഇജ്മാഇന്റെ ദലീൽ കണ്ടെത്തുന്നത് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. 20 വർഷത്തിലധികം മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ അറബി ഭാഷ പഠിച്ചിട്ടുണ്ട്. അറബി ഭാഷയുടെ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ, ബദുക്കളായ ആളുകൾ സംസാരിക്കുന്ന അറബിയുടെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് കടന്നു ചെന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അറബി ഭാഷ പഠിച്ചിട്ടുണ്ട്. നഹ്വിൽ അറിയപ്പെട്ട ഇമാമുമാർ പോലും ഇമാം ശാഫിഈ തങ്ങളിൽ നിന്ന് അറബി പഠിച്ചിട്ടുണ്ട്. ആ അറബി പഠിക്കുന്നത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിലോ വിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനങ്ങളിലോ ഉള്ള സർവമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പഠിച്ചത്. 20 വർഷം പഠിച്ച ഷാഫി ഇമാമ് 2 വർഷം അഫ്ദലിന് മോദിയിട്ട് ഓരോരുത്തർ വന്നിട്ട് പറഞ്ഞു, എന്ത് ഷാഫി ഇമാമ്? നമ്മളെ പോലത്തെ ഒരാൾക്കാർ അത് ഷാഫി ഇമാമിനെ അറിയാത്തത് കൊണ്ടാണ്. ഇങ്ങനെ ഇജ്തിഹാദിനെ എല്ലാവർക്കും തുറന്നു കൊടുത്തപ്പോ അവർ ഇന്ന് അനുഭവിക്കുന്ന ദുരന്തം ചെറുതല്ല. മാത്രമല്ല, എന്നിട്ട് അവർ പറയാണ്, ഏറ്റവും കൂടുതൽ തനിമുജിത്തഹിദുകളുള്ള പ്രദേശം നമ്മുടെ കൊച്ചു കേരളം തന്നെയാണ്, അതിൽ സംശയമില്ല. ഏത്? ഈ മുറി മൗലാനമാർ. അവരെന്താണ് വിശുദ്ധമായ ഖുർആൻ ഓതിക്ക് അർത്ഥം വെക്കുക? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ പാരമ്പര്യമായി നമ്മുടെ ഉലമാ കാണിച്ചു തന്ന ആ പാരമ്പര്യത്തിന്റെ വഴികളിൽ നിന്ന് മാറിപ്പോയപ്പോൾ ഇവർക്കുണ്ടായ ദുരന്തമാണത്. അത് മാത്രമല്ല, പിന്നീട് ഇവരെത്തുന്ന ഒരു വളരെ രസകരമായ കാര്യങ്ങൾ എന്തൊക്കെ? നബിദിനാഘോഷം ഏറ്റവും കൂടുതൽ ഭംഗിയായി ഇവിടെയുള്ള മുജാഹിദുകൾ നടത്തിയിരുന്നു. പിന്നെ പല കോലത്തിലേക്ക് മാറി. ഇനി അടുത്ത റബീഉൽ അവ്വലിൽ പുതിയ അപ്ഡേഷൻ, അല്ലെ? ആപ്പിളിന്റെ ഫോൺ കൂടി ഇത്ര അപ്ഡേഷൻ ഉണ്ടാവില്ല. അത്രത്തോളം ഓരോ വർഷവും പുതിയ അപ്ഡേഷനുകൾ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കൽ ആദ്യം സുന്നത്തായിരുന്നു, പിന്നെ അത് ബിദ്അത്തായി, പിന്നെ അത് ശിർക്കിന്റെ ഗണത്തിൽപ്പെടും. ഉമർ മൗലവിയൊക്കെ എഴുതി വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി ആഗ്രഹിക്കുന്നത് കൊണ്ട് വരികളിൽ നേരിട്ട് ശിർക്കില്ലെങ്കിലും ശിർക്കാണ്. നഊദു ബില്ലാഹ്. വരികളിൽ ശിർക്കില്ലെങ്കിലും ശിർക്കാണ്. എന്തിനെ കുറിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതം പറയുന്നതിനെ കുറിച്ച്. പിന്നെയോ ഇപ്പൊ ലാസ്റ്റ് 2 വർഷങ്ങൾക്ക് ഇപ്പുറം പ്രത്യേക പുണ്യം ആഗ്രഹിക്കണില്ലെങ്കിൽ ചെയ്യാമൊക്കെ എത്തിക്കണം. അങ്ങനെ മാറി മറിഞ്ഞ് പലയിടങ്ങളിലേക്ക് പോയി. ഇതൊരു നബിദിനാഘോഷത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, തറാവീഹിന്റെ വിഷയോ തറാവീഹ് 20-ൽ തുടങ്ങി 8-ലൂടെ 11-ലൂടെ ഇപ്പൊ തറാവീഹിനോട് പ്രത്യേകിച്ച് അങ്ങനെ നിസ്കാരം ഉണ്ടോന്ന് അറിയില്ല. ഇപ്പോ 8-ൽ നിന്ന് 0 എത്തി നിൽക്കുകയാണ് തറാവീഹ്. എന്താണ് അതിനെക്കുറിച്ച് നിലപാട് പറയാന്ന് അറിയാതെ കേരളത്തിലെ സാധാരണക്കാരല്ല, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുജാഹിദിലെ പണ്ഡിതന്മാർക്ക് പോലും ഒരു തീരുമാനമില്ല. ആ രൂപത്തിലേക്ക് കാര്യങ്ങളെത്തി. ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക്. എല്ലാ കാര്യങ്ങളും ഒരുപാട് ആദ്യം ഹറാമാകും, പിന്നെ ഹലാലാകും, പിന്നെ സുന്നത്താകും. ഇങ്ങനെ എല്ലാ വിധികളിലേക്കും ഒന്ന് ചാടിക്കളിച്ച് ഇങ്ങനെ പോവുകയാണ്. ഉമർ മൗലവിനോട് ചോദിക്കണുണ്ടല്ലോ കുനൂത്ത് ഓതുന്നതിനെ പറ്റിയിട്ട്. തനി ശിർക്കായ ഒരാളുടെ പിന്നിൽ നിന്ന്, അഥവാ തനി ശിർക്കൻ മൗലവി എന്ന് നമ്മളെ പറ്റിയിട്ടാണ്. അയാളെ പിന്നിൽ സുബഹി നിസ്കരിക്കുമ്പോൾ കുനൂത്ത് ഓതാൻ പറ്റുമോ? അപ്പൊ അയാള് മറുപടി പറയുന്നുണ്ട്, കുനൂത്ത് ഓതാൻ പറ്റുമെന്ന് തോന്നുന്നു, പാടില്ല എന്ന് മനസ്സിലാകുന്നു. ഞങ്ങളുടെ അഭിമന്യരായ ഗുരുവര്യർ മഹാനായ ശൈഖുൽ മർഹൂം കല്ലൂരി ഉസ്താദ് പറയും, ഇതിന്റെ തോന്നുന്നത് മനസ്സിലാകുന്നതൊക്കെ തോന്നുന്നില്ല. ഇതിന്റെ പേര് ഖുർആനും സുന്നത്തൊന്നല്ല, ഇതിന്റെ പേര് മുച്ചിപ്പിരാന്തെന്ന. നെല്ലിക്കണ്ട വണ്ണം തലമ പൊയ്ക്കലാണ് ഏറ്റവും നല്ല പണി എന്ന് ഉസ്താദ് വളരെ രസകരമായിട്ട് അവതരിപ്പിക്കാറുണ്ടായി. ഇങ്ങനെ ഒരസുരില്ലാത്ത രൂപത്തിലേക്ക് ഇവർ പരിണമിച്ചു. ഇതിൽ മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനം തൗഹീദാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനം തൗഹീദാണ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ, തൗഹീദിന്റെ പേരിലാണ് 8 വിഭാഗമായി മുജാഹിദുകൾ തെറ്റിപ്പിരിഞ്ഞത്. ഇന്നും കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർക്ക് പോലും തൗഹീദിന്റെ വിഷയത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഇബാദത്ത് എന്താണെന്ന് തീരുമാനമായിട്ടില്ല. എന്ന് സംശയങ്ങൾക്കിടയില്ലാത്ത വിധം യുഗപ്രഭാവനായ പണ്ഡിതന്മാർ ഇവിടെ തീരുമാനിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. പിന്നെ ഇവർക്ക് എന്ത് വേണം? ഇവർക്ക് ഇവരുടേതായ ആശയങ്ങൾ പ്രബോധനം ചെയ്യാൻ പുതിയതായ നിർവചനങ്ങൾ ഉണ്ടാക്കണം. അവർ
തന്നെ പിന്നീട് എഴുതി വെച്ചു, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം. അങ്ങനെയാണ് ശിർക്കിന്റെ നിർവചനം പറയല്. കാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് ഒരാളോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർ ഇസ്ലാം എന്ന് പുറത്തായി. ഇക്കഴിഞ്ഞ ഏകദേശം ഈ അടുത്ത് അവർ പുറത്തിറക്കിയ അൽമനാർ, കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വാട്സപ്പിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് കണ്ടു. ഞാൻ അതിന്റെ ഒറിജിനൽ കോപ്പി കണ്ടിട്ടില്ല. വാട്സപ്പിൽ ഫോട്ടോ വിട്ടു തന്നത് കണ്ടു. എന്താണ്? അൽമനാറിന്റെ ജൂൺ 2025, ഇതേതാണ് ജൂലൈ അല്ലേ? അപ്പൊ കഴിഞ്ഞ മാസം 2025 അൽമനാറിന്റെ കവർ ഫോട്ടോ, യാ റസൂലല്ലാഹ്, ഒരു റോസാപ്പൂ, അതിന്റെ മുകളിൽ യാ റസൂലല്ലാഹ്. തൊട്ടടുത്ത അൽമനാറിൽ ചോദ്യം, ജൂണിലക്കം അൽമനാറിന് പുറംചട്ടയിൽ യാ റസൂലല്ലാഹ് എന്ന തരത്തിൽ മുഖചിത്രം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിനെ വിളിക്കുന്ന രൂപത്തിൽ യാ റസൂലല്ലാഹ് എന്ന് പറയുന്നത് ശരിയാണോ? മറുപടി, ആ കവർ ഫോട്ടോ ഞങ്ങൾ കൊടുത്തത് തെറ്റായി പോയി. എന്ത്? യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചത് തെറ്റാണ്, ശിർക്കാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയാത്തൊരു നിസ്കാരം നമുക്ക് പറ്റുമോ? അള്ളാഹുവിന്റെ ഹബീബിനെ ഇവിടെ നിന്ന് വിളിച്ചാൽ അത് ശിർക്കാണെന്ന് പറയുന്നത് എന്ത് തൗഹീദാണ് അവർ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിനെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഒരു സ്വലാത്ത് ചൊല്ലിയൊക്കെയാലോ? അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹു അവിടുത്തെ ശഫാഅത്ത് നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളേതായാലും റസൂലുള്ളാഹിനെ വിളിച്ചെങ്കിൽ നിങ്ങൾ എഴുതി തള്ളാണെങ്കിൽ തള്ളിപ്പോയി. യാ റസൂലല്ലാഹ് വിളിക്കാൻ പറ്റൂല എന്നാണ് ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത്. നേരത്തെ ഇവിടെ സലാം ബാബു ഉസ്താദ് പറഞ്ഞല്ലോ,